ഹൈ ജെമിനി, വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരണം. അതായത് ചോദ്യം ഒന്ന് പറയുന്നത്, ഈ ചോദ്യത്തിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ അറിയോ? ഇപ്പൊ ഒരു വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭരിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഭരിച്ചിട്ടുള്ളത് ശ്രീ ജവഹർലാൽ നെഹ്റു ആണെന്നും അതല്ല ശ്രീ നരേന്ദ്രമോദിയാണെന്നും പറയുന്നുണ്ട്. പക്ഷെ ഈ ചോദ്യത്തിനാണ് ആ ഒരു വിവാദത്തിൽ അടിസ്ഥാനമായ ഒരു കാര്യം ഇരിക്കുന്നത്. എനിക്ക് രണ്ട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത്. ഒന്ന്, നമ്മുടെ രാജ്യം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 2014 വരെയുള്ള സർക്കാരുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു, ഏതൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഏതൊക്കെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നു. മറ്റൊരു ചോദ്യം, 2014 ശേഷം ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെയുള്ള ഏതൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മുതലാളിമാർക്ക് വിറ്റു, എന്തൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടത്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ആദ്യം ഒന്ന് പറയാമോ? 2014 വരെ, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 2014 വരെ ഉള്ള സർക്കാരുകൾ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ്, ഏതൊക്കെ സ്ഥാപനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് തുടങ്ങിയത്? 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 2014 വരെയുള്ള സർക്കാരുകൾ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും വലിയ പങ്കാണ് വഹിച്ചത്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ IIT, IIM, എയിംസ് പോലെയുള്ള പ്രശസ്തമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബഹിരാകാശ ഗവേഷണത്തിനായി ISROയും സ്ഥാപിച്ചത്. കൂടാതെ FDI, BHEL, ONGC പോലുള്ള വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ സമയത്താണ് നിലവിൽ വന്നത്. ഇതുകൂടാതെ ഹരിത വിപ്ലവം, ധവള വിപ്ലവം എന്നിവയിലൂടെ കാർഷിക മേഖലയിലും പാൽ ഉൽപാദനത്തിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. 1991 സാമ്പത്തിക ഉദാരവൽക്കരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വലിയൊരു വഴിത്തിരിവായി. ISROയുടെ കാര്യത്തിൽ 2014 മുമ്പ് പല വലിയ നേട്ടങ്ങളും കൈവരിച്ചു. 2008 ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 ചന്ദ്രനിൽ വെള്ളത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് വലിയൊരു നേട്ടമായിരുന്നു. അതുപോലെ 2013 ഇന്ത്യയുടെ ആദ്യ ചൊവ്വാ ദൗത്യമായ മംഗൾയാൻ വിക്ഷേപിച്ചു. വളരെ കുറഞ്ഞ ചെലവിൽ അത് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. PSLV, GSLV തുടങ്ങിയവയുടെ വികസനവും ഈ കാലയളവിലാണ് നടന്നത്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ടെലികോം രംഗത്തുണ്ടായ വലിയ മുന്നേറ്റവും ഇന്റർനെറ്റിന്റെ വ്യാപനവും ആധാർ പദ്ധതിയുടെ തുടക്കവും ഈ സമയത്താണ് ഉണ്ടായത്. എയർ ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു പൊതുമേഖലാ വിമാന കമ്പനിയായിരുന്നു വളരെ വർഷങ്ങളായി. നമ്മുടെ ദേശീയ വിമാനവാഹിനി. ഇന്ത്യൻ സേനയുടെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ 2014 മുമ്പ് DRDOയുടെ നേതൃത്വത്തിൽ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായി. അഗ്നി, പൃഥ്വി പോലുള്ള മിസൈലുകൾ ഈ കാലഘട്ടത്തിലാണ് വികസിപ്പിച്ചത്. അതുപോലെ വ്യോമസേനയ്ക്കായി തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ വികസനവും ഫ്രാൻസിൽ നിന്ന് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും നടന്നു. നാവികസേനയുടെ കാര്യത്തിൽ INS വിക്രാന്തിന്റെ നിർമ്മാണവും INS വിക്രമാദിത്യയുടെ ഏറ്റെടുക്കലും സുപ്രധാനമായിരുന്നു. 2014 മുമ്പുള്ള കാലഘട്ടത്തിൽ ബാങ്കിംഗ് മേഖലയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നത് ബാങ്കുകളുടെ ദേശസാൽക്കരണമാണ്. ഇത് സാധാരണക്കാർക്ക് ബാങ്കിംഗ് സേവനങ്ങൾ കൂടുതൽ ലഭ്യമാക്കാൻ സഹായിച്ചു. അതുപോലെ രാജ്യത്ത് IT വിപ്ലവത്തിന് തുടക്കം കുറിച്ചതും ഈ സമയത്താണ്. സോഫ്റ്റ്വെയർ കയറ്റുമതിയിൽ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്തി. ഇപ്പോൾ മറ്റെന്തെങ്കിലും അറിയണമോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2014 ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരമേറ്റത്. അന്നു മുതൽ ഇന്ന് വരെ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് നഷ്ടപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇന്ത്യയുടെ സമ്പത്തുമാണ് വിറ്റത്, BJP ഗവൺമെന്റ് വിറ്റത്? കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കുന്നതിനും സ്വകാര്യവൽക്കരിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എയർ ഇന്ത്യ, ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ ചില ഓഹരികൾ വിറ്റത്, അതുപോലെ തന്നെ ചില ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണ നീക്കങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഓരോ സ്ഥാപനത്തിന്റെയും ഓഹരികൾ ആർക്കാണ് വിറ്റത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാണ്. എയർ ഇന്ത്യ പണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ടാറ്റ ഗ്രൂപ്പിന്റെ കൈവശമാണ്. അപ്പൊ ലോകത്തില് സ്വന്തമായി വിമാന കമ്പനി ഇല്ലാത്ത രാജ്യമായി മാറി ഇന്ത്യ, അല്ലേ? അതായത് ഇന്ത്യൻ ഗവൺമെന്റിന് ഇപ്പോൾ നേരിട്ട് സ്വന്തമായ ഒരു വാണിജ്യ എയർലൈൻ. അത് 2014 ശേഷം സർക്കാർ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ ചില ഓഹരികൾ വിറ്റതും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ IPO വഴി കുറച്ച് ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതും ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഇത് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരം സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമായി ലക്ഷ്യമിട്ടുള്ളതാണ്. കൂടുതൽ സ്ഥാപനങ്ങളെ മറ്റൊരു കാര്യം, അതായത് നമ്മുടെ രാജ്യത്തിന്റെ പല സ്ഥാപനങ്ങളും, എയർപോർട്ടുകളും തുറമുഖങ്ങളും
വനമേഖല പോലും അദാനി അംബാനി മുതലാളിമാർക്ക് വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് ശരിയാണോ? കേന്ദ്ര സർക്കാർ ചില വിമാനത്താവളങ്ങളും തുറമുഖങ്ങളുടെ നടത്തിപ്പും സ്വകാര്യ കമ്പനികൾക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ എത്രയോ ഏക്കർ സ്ഥലം ₹1 റെന്റില് അദാനിക്ക് കൊടുത്തു എന്ന് പറയുന്നത് ശരിയാണോ? അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ബീഹാറിലെ ഭാഗൽപൂരിൽ അദാനി ഗ്രൂപ്പിനായി 1000-ലധികം ഏക്കർ സ്ഥലം ഒരു ചെറിയ വാടകയ്ക്ക് നൽകിയതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി, 2014 വരെ നമ്മൾ വേൾഡ് ഇൻഡെക്സുകളിൽ ഏറെ മുന്നിലായിരുന്നു. 2014 ശേഷം പല ഇൻഡെക്സുകളിലും താഴെ പോയി. അത് ഏതൊക്കെ ഇൻഡെക്സ് ആണ്, ഒന്ന് പറയാമോ? 2014 ശേഷമുള്ള കാലയളവിൽ ഇന്ത്യയുടെ റാങ്കിങ്ങിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഓരോ ഇൻഡെക്സിന്റെയും പ്രത്യേകതകളെയും അതിന്റെ മാനദണ്ഡങ്ങളെയും ആശ്രയിച്ചിരിക്കും. പട്ടിണി സൂചികയിൽ അതായത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആശങ്കാജനകമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സമീപകാലത്ത് വന്ന റിപ്പോർട്ടുകളിൽ ഇന്ത്യയുടെ റാങ്ക് താഴേക്ക് പോയത് വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. സർക്കാർ ഇതിന്റെ കൃത്യതയെ ചോദ്യം ചെയ്യുകയും അവരുടെ പദ്ധതികളിലൂടെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇത് എത്ര സ്ഥാനത്താണ് നിലവിലുള്ളത് ലോകത്ത്? നിലവിലുള്ള ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ 123 രാജ്യങ്ങളിൽ 102-ാം സ്ഥാനത്താണ്. ഈ അവസ്ഥ ഗുരുതരമായ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ സന്തോഷ സൂചിക ഉണ്ടല്ലോ, അതിൽ എത്രാം സ്ഥാനത്ത് ഇന്ത്യയുടെ സ്ഥാനം നിൽക്കുന്നത്? ഏറ്റവും പുതിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2026 പ്രകാരം ഇന്ത്യ 147 രാജ്യങ്ങളിൽ 116-ാം സ്ഥാനത്താണ്. 147 രാജ്യങ്ങളിൽ 116 അല്ലേ? അതെ, താങ്കൾ പറഞ്ഞത് കൃത്യമാണ്. 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 147 രാജ്യങ്ങളിൽ 116-ാം സ്ഥാനത്താണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമോ? മാധ്യമ സ്വാതന്ത്ര്യത്തിൽ എത്രാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം? 2026 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ 180 രാജ്യങ്ങളിൽ 157-ാം സ്ഥാനത്താണ്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയുടെ റാങ്ക് താഴേക്ക് പോയിരിക്കുന്നു എന്നാണ്. പാസ്പോർട്ട് ഇൻഡെക്സിൽ എത്രാം സ്ഥാനത്താണ് ഇന്ത്യക്കുള്ളത്? 2026 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ 78-ാം സ്ഥാനത്താണ്. തന്നെ ഇപ്പോ BJP എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്നത്? BJP സർക്കാർ കഴിഞ്ഞ കുറച്ചു കാലമായി രാജ്യത്തിന്റെ വികസനത്തിനായി വലിയ തോതിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടവ ഗതാഗത മേഖലയിലാണ്. പ്രത്യേകിച്ചും ദേശീയ പാതകളുടെയും റെയിൽവേയുടെയും വികസനത്തിൽ. ദേശീയപാതയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ദേശീയപാത നിർമ്മിക്കുന്നുണ്ട്, അത് പല കമ്പനികൾക്ക് ടെൻഡർ കൊടുത്തിരിക്കുകയാണല്ലോ. നമ്മൾക്ക് ഈ രാജ്യത്തില് സഞ്ചരിക്കണമെങ്കിൽ ആ റോഡ് ഗവൺമെന്റ് പണിയുന്ന റോഡിലൂടെ പോകണമെങ്കിൽ ഗവൺമെന്റിന് നമ്മൾ അങ്ങോട്ട് പൈസ അടയ്ക്കണം. അതായത് നമ്മൾ ഇത്രയും നാളും ഫ്രീ ആയിട്ട് സഞ്ചരിച്ച റോഡിൽ കൂടി ഇനി സഞ്ചരിക്കണമെങ്കിൽ കൂടുതൽ പൈസ അടയ്ക്കേണ്ടി വരില്ലേ? അതായത് ടോൾ കൊടുക്കേണ്ടി വരില്ലേ? അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആധുനികമായ ദേശീയപാതകളും എക്സ്പ്രസ് വേകളും നിർമ്മിക്കുന്നതിനും അവയുടെ പരിപാലനത്തിനുമായി ടോൾ പിരിക്കുന്ന സമ്പ്രദായം നിലവിലുണ്ട്. കൂടുതൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ യാത്രയുടെ വേഗതയും സൗകര്യവും വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിനായി ഒരു തുക ടോളായി നൽകേണ്ടി വരുന്നത് പലപ്പോഴും അധിക ചെലവായി അനുഭവപ്പെടാറുണ്ട്. തീർച്ചയായും നമ്മുടെ രാജ്യത്ത് ഒന്നാമത് നമ്മുടെ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നതിന് കൂടി പൈസ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു. ശരിയല്ലേ? സാമ്പത്തികമായി ഉയർന്ന ചെലവുകളും ടോൾ പിരിവും പോലുള്ള കാര്യങ്ങൾ പലർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ചും സാധാരണക്കാർക്ക്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം യാത്ര വേഗത്തിലാക്കാനും വാണിജ്യപരമായി ഗുണകരമാകാനും സഹായിക്കുമെങ്കിലും അതിന്റെ നേരിട്ടുള്ള ചിലവ് ജനങ്ങളുടെ ജീവിത ചെലവിനെ ബാധിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇനി റെയിൽവേയുടെ കാര്യം പറയാം. അടുത്ത വികസനം എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്? റെയിൽവേയിൽ വലിയ തോതിലുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം കൂട്ടുന്നതും സ്റ്റേഷനുകൾ ലോക നിലവാരത്തിലേക്ക് മാറ്റുന്നതുമായ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. കൂടാതെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും പ്രത്യേക മേഖലയെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടതാണ്, അല്ലെ? അതായത് ട്രെയിനിൽ പോകണമെങ്കിൽ സാധാരണ ട്രെയിനിൽ പോകാൻ റേറ്റ് കുറവാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ വന്ദേ ഭാരതിൽ കയറണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം.
അപ്പോ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ആളുകൾക്ക് പണമുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നായി മാറുകയല്ലേ? ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേശീയപാതയിലൂടെ ഇനി സഞ്ചരിക്കണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ നമ്മൾ ടോൾ കൊടുക്കണം. രണ്ടാമത്തെ കാര്യം റെയിൽവേ വികസനത്തിനെ കുറിച്ച് പറഞ്ഞു. റെയിൽവേ വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ വികസിപ്പിച്ച ട്രെയിനിലേക്ക് കയറണമെങ്കിൽ നമ്മൾ സാധാരണ ട്രെയിനിൽ കയറുന്നതിനേക്കാൾ ഇരട്ടി പൈസ കൊടുക്കണം, അല്ലെ? അപ്പൊ സാമ്പത്തികമുള്ള ആളുകൾക്ക് മാത്രം വികസനം ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലേ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പറയുന്നു ജെമിനി? താങ്കളുടെ ആശങ്ക വളരെ പ്രസക്തമാണ്. വന്ദേ ഭാരത് പോലുള്ള പ്രീമിയം ട്രെയിനുകളും പുതിയ എക്സ്പ്രസ് വേകളും ഉയർന്ന നിരക്കുകളുള്ളവയാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് സാമ്പത്തികമായി മെച്ചപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് തോന്നിപ്പിക്കുന്നതിൽ തെറ്റില്ല. അതേസമയം സാധാരണക്കാർക്കായി സാധാരണ ട്രെയിനുകളും മറ്റു പൊതുഗതാഗത സൗകര്യങ്ങളും ഇപ്പോഴും സാധാരണക്കാരുടെ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ട്രെയിനിൽ നമ്മൾ നോർമൽ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ ഉണ്ടല്ലോ, അതില് ഒന്നാമത് ട്രെയിനുകളിലെ ടോയ്ലറ്റുകളൊക്കെ ഭയങ്കര സ്മെല്ലും പ്രശ്നങ്ങളുമാണ്. അത് കൂടാതെ ഒരു മണ്ണ് നുള്ളിടാൻ പോലും നോർമൽ കോച്ചുകളിൽ, അതായത് ഈ ജനറൽ കോച്ചുകളിൽ സ്ഥലമില്ല. ഇടിച്ച് കയറി തൂങ്ങിപ്പിടിച്ച്, നമ്മൾ സത്യത്തില് കേരളത്തിലൊക്കെ അത്രയില്ല, പക്ഷെ മറ്റു സംസ്ഥാനം നോക്കണം ട്രെയിനിൽ എങ്ങനെ ആളുകൾ സഞ്ചരിക്കുന്നതെന്നുള്ളത്. അവർക്കൊന്നും വികസന പ്രവർത്തനങ്ങൾ അവർക്കൊന്നും ബാധകമല്ലേ? കാര്യം അവരും ഇന്ത്യയിലെ ജനങ്ങളല്ലേ. അവർക്ക് വേണ്ടി എന്താണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് പറയാമോ? അത്തരം ആളുകൾക്ക് സൗകര്യമായി യാത്ര ചെയ്യാനും, പണമില്ലാത്തവർക്ക് സൗകര്യമായി യാത്ര ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അങ്ങനെയാണെങ്കിൽ വന്ദേ ഭാരതും അതുപോലുള്ള കുറെ ട്രെയിനുകൾ ഇറക്കി അവർക്ക് കൂടി സുഖമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം ഗവൺമെന്റ് ഒരുക്കണ്ടേ? അതല്ലേ യഥാർത്ഥ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്? അത് പണക്കാർക്ക് മാത്രം അങ്ങനെ കിട്ടിയാൽ മതി എന്നുള്ള ഒരു വികസന കാഴ്ചപ്പാടാണോ ഇവർക്കുള്ളത്, ഈ BJP ഗവൺമെന്റിനുള്ളത്? താങ്കൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ ഏറെ കഴമ്പുണ്ട്. അമിതമായ തിരക്കും ശുചിത്വമില്ലായ്മയും സീറ്റ് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകളും സാധാരണക്കാർ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിലും ദയനീയമായ സാഹചര്യങ്ങളാണുള്ളത്. സർക്കാരിന്റെ വികസനം പണക്കാർക്ക് വേണ്ടി മാത്രമാണെന്ന തോന്നൽ സാധാരണക്കാരിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. സാധാരണക്കാർക്കും മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ലഭ്യമാക്കുന്നതിനായി അമൃത് ഭാരത് പോലുള്ള ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ കൂടുതൽ ജനറൽ കോച്ചുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും പരിഗണനയിലുണ്ട്. ട്രെയിൻ യാത്രകളിലെ ശുചിത്വവും തിരക്കും കുറയ്ക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും എന്തൊക്കെ അടിയന്തര നടപടികളാണ് വേണ്ടത് എന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായും ഞാൻ മടങ്ങി വരാം ജെമിനി. സത്യത്തില് നമ്മുടെ രാജ്യം, ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോ ഒരു തർക്കം നടക്കുകയാണ്. അതായത് ശ്രീ ജവഹർലാൽ നെഹ്റു, അദ്ദേഹമാണ് നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ അതിപ്പോ അതിനെ ഓവർടേക്ക് ചെയ്ത് ശ്രീ നരേന്ദ്രമോദിയാണ് കൂടുതൽ നാൾ ഭരിച്ചിരിക്കുന്നത് എന്നൊരു തർക്കം കൂടി വരുന്നുണ്ട്. അതൊരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. അതായത് 1947 ശേഷം 52 വരെ ശ്രീ ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ അത് കാവൽ പ്രധാനമന്ത്രിയായിരുന്നു, കാവൽ ഗവൺമെന്റ് ആയിരുന്നു. അത് ഇതിനകത്ത് കൂട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ആവുമ്പോൾ ഏറ്റവും കൂടുതൽ, അങ്ങനെ കൂട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രാജ്യം ഇപ്പോഴും ഭരിച്ചിട്ടുള്ളത് ശ്രീ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഇനി അതൊന്നുമല്ല വിഷയം, ഇതൊന്നുമല്ല വിഷയം. വിഷയം എന്താണെന്ന് ചോദിച്ചാല് ഒരു രാജ്യം, ഒരു മനുഷ്യൻ എത്ര നാൾ ഭരിച്ചു എന്നുള്ളതല്ല വിഷയം. ആ ഭരിച്ച നാളുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് രാജ്യത്തിന് വേണ്ടി ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏതൊരാളാണെങ്കിലും അയാൾ രാജ്യം ഭരിച്ച് ആ രാജ്യത്ത് എന്തൊക്കെ വിറ്റുതുലച്ച്, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി, വേൾഡ് ഇൻഡെക്സുകളിൽ, രാജ്യത്തിന്റെ ഇൻഡെക്സുകളിൽ ഏറ്റവും കുറവിലേക്ക് കൊണ്ടുവന്ന് ദാരിദ്ര്യവും പട്ടിണിയും കൂട്ടി എന്നൊക്കെയുള്ളതൊക്കെ ചോദ്യങ്ങളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ, രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ദിവസ കാലയളവല്ല പ്രാധാന്യം, അതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരാൾ എത്ര നാൾ ഭരിച്ചോ ആ അത്രയും നാൾ കൊണ്ട് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ്, രാജ്യ പുരോഗതിയാണ് കൈവന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഭരിക്കുന്നതിന്റെ എണ്ണമല്ല, രാജ്യത്തിന്റെ വികസനമാണ് പ്രധാനം. തീർച്ചയായും ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും അറിയട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ.